ഹായ് കൂട്ടുകാരെ, പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അങ്ങനെ നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ വേദയായിട്ട് സംസാരിച്ചുകൊണ്ട് നിൽക്കുക കേട്ടോ. വിക്രം നല്ലവനാണ്, പക്ഷേ തെറ്റ് വഴികളിലൂടെ സഞ്ചരിച്ച് അവൻ ഒരുപാട് ദൂരം മുന്നോട്ട് പോയി. അവനെ തിരിച്ചു കൊണ്ടുവന്ന് ഒരുപാട് നല്ല വഴികളിലൂടെ നടത്തേണ്ടത് ഇനി നീയാണ് എന്നിങ്ങനെ അച്ചമ്മ പറയും കേട്ടോ. മനസ്സിലായല്ലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ അമ്മയ്ക്കും അതുപോലെ ശ്രീചേട്ടത്തിക്കും എല്ലാവർക്കും സന്തോഷമാകുന്നുണ്ട്. നന്ദിനി അപ്പോഴത്തേക്കിനും നിന്നിട്ട് നെറ്റിയൊക്കെ ചുളിക്കുന്നുണ്ട് കേട്ടോ. എന്നാ മോള് ചെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മുത്തശ്ശി നമ്മുടെ വേദന പറഞ്ഞയക്കുക കേട്ടോ. ശ്രീചേട്ടനെയും ചെല്ല്, ചെല്ല് നന്ദിനി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നന്ദിനിയും കൂടെ പറഞ്ഞയക്കുവാണേ. ഇതൊക്കെ നാത്തൂമാരുടെ ഉത്തരവാദിത്വമാണ്. പിന്നീട് നമ്മുടെ മുത്തശ്ശിയും കമലമ്മയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. നന്ദിനി അതൊക്കെയാലും വേദത്തെ കൈ പിടിച്ചൊക്കെ കൊണ്ടുപോവുകയാണേ. പിന്നീട് കാണിക്കുന്നത് നല്ലൊരു പാട്ടിൻ്റെ ഒരു സീനാണ് കേട്ടോ. നമ്മുടെ വേദ ഇങ്ങനെ ഗ്ലാസ്സിൽ പാൽ പിടിച്ച ഗ്ലാസ്സൊക്കെ ആയിട്ട് മേലോട്ട് കയറി വരികയാണ്, സ്ലോ മോഷനല്ലേ. അപ്പം നമ്മുടെ വേദനെ കണ്ടത് നമ്മുടെ വിക്രം ഒരു ചെറുപുഞ്ചിരിയോട് കൂടി സന്തോഷത്തോടു കൂടി എണീച്ച് നിന്ന് പാലൊക്കെ കൈ മേടിക്കുകയാണ് കേട്ടോ, നാണത്തോടു കൂടി. എന്നിട്ട് അത് മേടിച്ചിങ്ങനെ കുടിക്കുവാണേ. അതിനുശേഷം ബാക്കി പാല് നമ്മുടെ വേദയ്ക്കും കൊടുക്കുന്നുണ്ട് കേട്ടോ. വേദയും നമ്മുടെ കുറച്ച് പാലൊക്കെ കുടിച്ചതിന് ശേഷം ഇങ്ങനെ നമ്മുടെ വിക്രം അത് മേടിച്ചിട്ട് അങ്ങോട്ട് വെക്കും കേട്ടോ. എന്നിട്ട് രണ്ടുപേരും കൈ കൊണ്ടൊക്കെ ഇങ്ങനെ പിടിക്കുവാണേ. എന്നിട്ട് ഇങ്ങനെ ചേർത്തൊക്കെ നിർത്തും കേട്ടോ. എന്നിട്ട് ഭയങ്കര പ്രേമഭാവത്തിൽ ഇങ്ങനെ നോക്കുവാണ് രണ്ടുപേരും ഒക്കെ. എന്നിട്ട് ഇങ്ങനെ ബെഡിലോട്ട് ഇരുത്തും കേട്ടോ. ഇരുത്ത് കഴിയുമ്പോഴത്തേക്കിനും കൈ ബെഡിൽ വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ വേദയുടെ. അപ്പം നമ്മുടെ വിക്രം നമ്മുടെ വേദയുടെ കൈയൊക്കെ പിടിച്ചിട്ട് ഞെരുക്കുന്നൊക്കെ ഉണ്ട്. അപ്പോഴത്തേക്കിനും പിന്നീട് രണ്ടുപേരും കൂടെ എണീച്ചിട്ട് ഇങ്ങനെ അപ്പുറത്തെ സൈഡിലോട്ട് വേദന കൊണ്ട് ഒരു കൈ പിടിച്ചിട്ട് വിക്രം ആക്കുകയൊക്കെ ചെയ്യും കേട്ടോ. എന്നിട്ട് അപ്പുറത്തും ഇപ്പുറത്തും ബെഡിൻ്റെ രണ്ട് സൈഡിൽ അവർ ഇരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. എന്നിട്ട് പരസ്പരം മുഖത്തോട്ട് നോക്കിയാണ് രണ്ടുപേരും കിടക്കുന്നത്. അപ്പം നമ്മുടെ വിക്രം നമ്മുടെ കൈയൊക്കെ എടുത്തിട്ട് നമ്മുടെ വേദയുടെ മുഖത്തൊക്കെ പിടിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ നോക്കിയിരുന്ന് ചിരിക്കുക കേട്ടോ. ഇത്ര നേരം കണ്ട നമ്മുടെ മുത്തശ്ശി കണ്ട സ്വപ്നമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ ഇരുന്ന് ചിരിക്കുക കേട്ടോ. അന്നേരത്തേക്കിന് ഈ ചിരി കേട്ടുകൊണ്ട് നമ്മുടെ കമലമ്മ അങ്ങോട്ടേക്ക് വരും. എന്താ അമ്മ ചിരിക്കുന്നതെന്ന് ചോദിക്കുക. ഞാനേ കുട്ടികളെ പറ്റിയിട്ട് ഇങ്ങനെ ആലോചിച്ച് ചിരിക്കുമായിരുന്നു കമലേ. അപ്പോഴത്തേക്കും നമ്മുടെ വേദന ഇങ്ങനെ പാലുമായിട്ട് കൂട്ടിച്ചുകൊണ്ട് വരുമായിരുന്നല്ലോ. പെട്ടെന്ന് നന്ദിനി കൈയൊക്കെ വിടും കേട്ടോ. എന്നപ്പോൾ അങ്ങനെ വരുവാണ്. എന്നിട്ട് പിന്നെ നമ്മുടെ ശ്രീജി ചോദിക്കുന്നുണ്ട്, അതെ പേടിയുണ്ടോ എന്ന് ചോദിക്കും കേട്ടോ. അപ്പോൾ നന്ദിനി ചോദിക്കേ, എന്തിനാ പേടി, ഇവൾ ആദ്യമായിട്ടൊന്നും അല്ലല്ലോ വിക്രത്തിൻ്റെ റൂമിലോട്ട് പോകുന്നത് എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. അച്ഛമ്മയുടെ ഓരോരോ കാണിച്ചു കൂട്ടൽ അല്ലാതെ എന്താണെന്നൊക്കെ പറയാം. അപ്പോൾ നമ്മുടെ ശ്രീജി പറയുന്നുണ്ട്, മിണ്ടാതിരിക്കും നന്ദിനി, മോള് ചെല്ലെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വേദന പറഞ്ഞേക്കുവാണേ. അപ്പം നമ്മുടെ വേദ ഇങ്ങനെ മേലെ കയറി ചെന്നതും താഴെ നിന്നൊരു വിളി വരുവേ, വേദമോളേനെ. അപ്പോഴത്തേക്കിനും അച്ഛമ്മ താഴെ വന്നു കേട്ടോ. അച്ഛമ്മ ഇവിടെ തന്നെയുണ്ട്, അവൻ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചെങ്കിൽ ഞാൻ എന്നെ വിളിച്ചാൽ മതി എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം എന്നിട്ട് ഓഹോ എന്ന് പറഞ്ഞുകൊണ്ട് ദേഷ്യപ്പെടുന്നുണ്ട്. അപ്പോഴത്തേക്കിനും നന്ദിനി വിളിച്ചിട്ട് ശ്രീജനെ വിളിച്ചിട്ട് അങ്ങോട്ട് പോയിട്ട് പറയും, ഇതെന്താ ഈ കാണിക്കുന്നത്, അച്ഛമ്മയ്ക്ക് വട്ടം ഉണ്ടോ എന്ന് ചോദിക്കേ. അപ്പോഴത്തേക്കും നീ ഇങ്ങ് വന്നെന്ന് പറഞ്ഞിട്ട് ശ്രീജ നന്ദിനിയെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കും നമ്മുടെ അച്ഛമ്മ പറയുക, അച്ഛമ്മയ്ക്ക് വട്ടായതുകൊണ്ട് ഇത്തിരി ഉറക്കം കുറവാണ് എന്നിങ്ങനെ പറയും കേട്ടോ. അച്ഛമ്മ ഉറങ്ങാതെ ഹാളിൽ തന്നെ കാണും. വേദയുടെയും വിക്രത്തിൻ്റെയൊക്കെ ദിവസം കുളം കലക്കാനായിട്ട് ആരാണ് ശ്രമിക്കുന്നതെന്നൊന്നും അറിയണമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നന്ദിനി ഇങ്ങനെ എന്ന് വെക്കുവേ. എന്നിട്ട് പിന്നെ വേദ നമ്മുടെ വിക്രത്തിൻ്റെ അടുത്തോട്ട് വരുവാണ്. അപ്പോൾ വിക്രം ഇങ്ങനെ സന്തോഷത്തോടു കൂടി നോക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ ഇടിച്ച ഒരു കൊച്ചു കുട്ടിയെപ്പോലെയൊക്കെ വിക്രം ഇരിക്കുവേ. അതൊക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ നമ്മുടെ വേദ വന്നിട്ട് പാലും കൊണ്ട് കയറി കേട്ടോ. പിടിച്ചിട്ട് തൊട്ടടുത്ത് വന്ന് വിക്രത്തിൻ്റെ അടുത്ത് ഇരിക്കാൻ നോക്കുവേ. അയ്യേ അവിടെ ഇരിക്കില്ലെന്ന് പറയുവേ വിക്രവേ. അതെന്താന്ന് ചോദിക്കുവേ. പേടി കേട്ടോ ചോദിക്കേ. പേടിയോ എനിക്കോ? സ്വല്പം അകലം പാലിക്കുന്നതാണ് ഇപ്പോഴും നല്ലതായിരുന്നു ഇങ്ങനെ പറയും കേട്ടോ. അല്ലെങ്കിൽ ഇപ്പം ഞാൻ അടുത്തിരുന്നാൽ എന്താന്ന് ചോദിക്കേ. അങ്ങനെ ഇപ്പം നീ അടുത്തിരിക്കേണ്ട എന്നിങ്ങനെ വിക്രവും പറയും കേട്ടോ. അങ്ങനെയെങ്കിൽ എനിക്ക് അച്ഛമ്മനെ വിളിക്കേണ്ടി വരും. നമ്മുടെ മനോഹരമായ ദിവസത്തിൻ്റെ ജീവിതത്തിൻ്റെ ആരംഭം ഇന്നത്തെ രാത്രി കൊണ്ട് ഇവിടെ തുടങ്ങുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ വേദ പറയുവേ. എന്നിട്ട് നമ്മുടെ വിക്രം അയ്യേടാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ നമ്മുടെ വേദ പറയുകയാണെ, മനോഹരമായ ജീവിതം തുടങ്ങുന്നതിൻ്റെ ആദ്യ ദിവസം ആയതുകൊണ്ട് തന്നെ ദൈവത്തിനെ പ്രാർത്ഥിച്ച് വേണമെങ്കിൽ ഈ കാലിലൊക്കെ ഒന്ന് തൊഴുത് ജീവിതം തുടങ്ങുന്നത് നല്ലതാണെന്നൊക്കെ പറയും കേട്ടോ. അനുഗ്രഹം മേടിക്കണമെങ്കിൽ അങ്ങനെ ആവാമെന്ന് പറയേ. എന്ത്, ഞാൻ നിൻ്റെ കാലിൽ തൊടാനോ? ഒരു പുതിയ വഴക്ക് ആവട്ടെന്നേ. ഭാര്യയെ ദേവിയെ പോലെ കാണുന്ന ഒരു ഭർത്താവിന് ഇപ്പോൾ ഭാര്യയുടെ കാലിൽ തൊട്ടതുകൊണ്ട് ഇപ്പോൾ എന്താ കുഴപ്പം എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ദേവി നീ, നിന്നെ വിളിക്കേണ്ടത് മൂദേവി എന്നിങ്ങനെ വിക്രം പറയും കേട്ടോ. മുരടന്മാർക്ക് അങ്ങനെയൊക്കെ തോന്നുള്ളൂ. അതിന് ശേഷം പറയാം, ശരി വിട്ടേക്ക്, എന്നാൽ പിന്നെ സ്ഥിരം കലാപരിപാടിയായ ഈ പരിപാടി തുടങ്ങാലോ എന്നിങ്ങനെ പറയുക പാല് കുടിക്കാനായിട്ട്. എടി വിവരം കെട്ടവളെ, അച്ഛൻ കാണുന്ന സീരിയലും സിനിമയൊക്കെ കാണിക്കാനാണ് ഇവിടെ റെഡിയാകുന്നത്. അത് കേട്ട് തുള്ളാൻ നിനക്ക് നാണമില്ലേ എന്നിങ്ങനെ വിക്രം ചോദിക്കുവേ. അങ്ങനെയാണോ, എന്നാൽ നമുക്ക് അച്ഛമ്മയോട് തന്നെ ചോദിക്കാം. അച്ഛമ്മേ എന്നിങ്ങനെ വിളിക്കും കേട്ടോ.
അപ്പോൾ വിക്രം പെട്ടെന്ന് ചാടി എണീക്കെ, എടി നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കേ. എന്നാൽ നമ്മുടെ വേദ പറയേ, നിങ്ങളല്ലേ പറഞ്ഞ അച്ഛമ്മയുടെ തലയ്ക്ക് സുഖമില്ലെന്ന്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലെന്ന് വിക്രം പറയുവേ. അപ്പോഴത്തേക്കിനും നമ്മുടെ വേദ പറയും കേട്ടോ, നിങ്ങളങ്ങനെ പറഞ്ഞു, അതേപോലെ തന്നെ എൻ്റെ തലയ്ക്കും സുഖമില്ലെന്ന് നിങ്ങൾ പറഞ്ഞു എന്ന് പറയുവേ. പറഞ്ഞോ എന്നിങ്ങനെ വിക്രം ചോദിക്കുക. പറഞ്ഞു എന്ന് പറയേ. എന്നാൽ അതെനിക്ക് ഓർമ്മയില്ലെന്ന് പറയും കേട്ടോ. പക്ഷേ എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് ഇങ്ങനെ പറയുക. എന്നിട്ട് പിന്നെ വിക്രം ചോദിക്കുന്നുണ്ട്, നിനക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിക്കുവേ. ഈ പാല് കുടിക്കണം അത്രയേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. ഇങ്ങതാന്ന് പറഞ്ഞിട്ട് പാല് മേടിക്കാനായിട്ട് ഒരുങ്ങുവേ. അപ്പോഴത്തേക്ക് നമ്മുടെ വേദ, അയ്യടാ നിങ്ങൾ കുടിച്ചതിൻ്റെ ബാക്കി ഞാൻ കുടിക്കണം അല്ലേ, ഞാൻ കുടിച്ചിട്ട് നിങ്ങൾ ബാക്കി കുടിച്ചാൽ മതി എന്ന് പറയുവേ. എന്നിട്ട് വേദ പെട്ടെന്ന് കുടിക്കും കൂട്ടോ. എന്നിട്ട് വിക്രത്തിന് നേരെ നീട്ടുവേ. അന്നത്തേക്കും നമ്മുടെ വിക്രം മുണ്ടൊക്കെ മടക്കി കൊടുത്തിട്ട്, അയ്യടാ ഇതെൻ്റെ പട്ടി കുടിക്കുമെന്ന് പറയുവേ. അയ്യടാ വൈകിട്ടേ പറമ്പിൽ ഒരെണ്ണം നിൽക്കുന്നത് കണ്ടിട്ടുണ്ടായിരുന്നു, ഇവിടെ മാറ്റി വെച്ചേക്ക്, നാളെ രാവിലെ എണീക്കുമ്പോൾ കൊടുക്കാം എന്നിങ്ങനെ പറയും കേട്ടോ. മനസ്സിലായില്ലേ, പട്ടിക്ക് കൊടുക്കുന്ന കാര്യമാണ് പറഞ്ഞത് എന്നിങ്ങനെ പറയും കേട്ടോ വേദ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം എന്നൊക്കെ പറയുന്നുണ്ടേ. നേരം കിട്ട നേരത്താണ് അവളുടെ ഒരു തമാശ എന്നിങ്ങനെ പറയുക. അന്നേരം നമ്മുടെ വേദ പറയും കേട്ടോ, നമ്മുടെ തമാശകളൊക്കെ ഇപ്പോൾ ആരംഭിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം ചോദിക്കും, എന്ന് വെച്ചാൽ അങ്ങനെ പറഞ്ഞ് നമ്മുടെ വേദ ചിരിക്കുന്നൊക്കെ കണ്ടു കേട്ടോ. എന്നിട്ട് അപ്പുറത്തോട്ട് പോയിട്ട് ഇപ്പുറത്തോട്ട് വന്നിട്ട് നമ്മുടെ വിക്രത്തിൻ്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുക, എന്താടോ പേടിച്ച് പോയോ എന്നിങ്ങനെ ചോദിക്കുക. ദേ വേതാളം, ഞാൻ എങ്ങനെയുള്ളവനാണെന്ന് നിനക്കറിയാം, പിന്നെ എന്തിനാ ഈ വേഷം കെട്ടിനൊക്കെ നിൽക്കുന്നതെന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കും വേദ പറയേ, ഇതൊക്കെ ഞാൻ ചെയ്യുന്നതാണോ? നിങ്ങളുടെ അച്ഛമ്മേനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയത് ഞാനാണോ? തറവാട്ടിലേക്ക് വരാമെന്ന് പറഞ്ഞത് ഞാനാണോ? കുടുംബക്ഷേത്രത്തിൽ വെച്ചിട്ട് മാല ഇട്ടത് ഞാൻ പ്ലാൻ ചെയ്തതാ. ഈ ഫസ്റ്റ് നൈറ്റും പരിപാടികളും സെറ്റ് ഇട്ടത് ഞാൻ പ്ലാൻ ചെയ്തതാ എന്നൊക്കെ ഇങ്ങനെ വേദ ചോദിക്കുവേ. അതാണ് ഡിയർ വെട്ടുപോത്തെ കാര്യം. ഇനി നമുക്ക് അച്ഛമ്മയെ അനുസരിക്കേ നിവർത്തിയുള്ളൂ എന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വിക്രം ചോദിക്കുന്നുണ്ട്, എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ അത് ഞാനും പറഞ്ഞു തരണോ എന്നൊക്കെ ഇങ്ങനെ വേദ കളിയൊക്കെ ചോദിക്കുവേ. അയ്യേ നിനക്ക് നാണമൊന്നും ഇല്ലേന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ വേദം അറിയേ, നിങ്ങൾ ആണുങ്ങൾക്കില്ലാത്ത നാണം പെണ്ണുങ്ങൾക്ക് വേണമെന്ന് പറയുന്നത് ശരിയാണോ എന്നിങ്ങനെ ചോദിക്കും കേട്ടോ. ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മാറി നിന്നോ? ഇല്ലല്ലോ, മണവാളിൻ്റെ വേഷം കെട്ടിയിട്ട് ഈ റൂമിൽ വന്നിരിക്കല്ലെന്നൊക്കെ പറഞ്ഞ് കളിയാക്കുവേ. അച്ഛമ്മ പറഞ്ഞപ്പോഴത്തേക്കിനും പറ്റില്ല എന്നൊന്നും പറഞ്ഞില്ലല്ലോ. അപ്പോൾ നിങ്ങളുടെ മനസ്സിൻ്റെ കോണിലും ഇതൊക്കെ നടക്കണമെന്നാണ് വിചാരം എന്നിങ്ങനെ വേദ പറയുവേ. ഞാനൊന്നും അങ്ങനെ വിചാരിച്ചിട്ടില്ല എന്ന് പറയുക. അപ്പോൾ നമ്മുടെ വേദ ചോദിക്കുന്നുണ്ട്, ശരിയാണല്ലോ, ഉറപ്പാണല്ലോ എന്നിങ്ങനെ ചോദിക്കുകയെ. അന്നേരത്തേക്ക് നമ്മുടെ വിക്രം പറയും കേട്ടോ, പെറ്റമ്മയാണ് സത്യം എന്ന് പറയുക. എന്നാൽ നമുക്ക് കിടക്കാമെന്ന് പറയും കേട്ടോ. എന്നിട്ട് പാലൊക്കെ വെച്ചിട്ട് കിടക്കാൻ പോവേ. യാത്രയും അമ്പലം ചുറ്റും പരിപാടികളൊക്കെ ആയിട്ട് ഞാനും ഭയങ്കര ടയേർഡാണ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വേദ പോയിട്ട് കട്ടിലേക്ക് കിടക്കും കേട്ടോ. എന്നിട്ട് അത്തേക്കിന് നമ്മുടെ വിക്രം അവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ വിക്രം കിടക്കാൻ നിൽക്കുകയാണ്. അപ്പം വേദങ്ങനെ പോയി കിടക്കുമ്പോഴത്തേക്കിനും വിക്രം ഇങ്ങനെ ചോദിക്കുക, അയ്യേ നീ എന്താ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുക. അന്നേരത്തേക്കിന് ഞാൻ പിന്നെ ഇവിടെ അല്ലേ കിടക്കണ്ടേന്ന് ചോദിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ കിടക്കുമെന്ന് ചോദിക്കും കേട്ടോ. നിങ്ങൾക്ക് കിടക്കാനല്ലേ ഇവിടെ സ്ഥലം എന്ന് പറഞ്ഞിട്ട് കാണിച്ചു കൊടുക്കുവേ. ഒറ്റ ചവിട്ട് വെച്ച് തന്നാലുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കാല് പൊക്കുവേ. ഒറ്റ തവണയേ പൊക്കുള്ളൂ. ഫ്രൂട്ട്സ് മുറിക്കാൻ വേണ്ടിയിട്ട് കത്തി കൊണ്ടുവന്ന് വെച്ചിട്ടില്ലേ, ആ കത്തി എടുത്ത് ഞാൻ കുത്തും എന്ന് പറയും കേട്ടോ. അപ്പം നീ കട്ടിൽ കിടക്കാൻ നിശ്ചയിച്ചു അല്ലേ എന്നൊക്കെ ചോദിക്കും കേട്ടോ. നിശ്ചയിച്ചു, എന്താ പേടിയുണ്ടോയെന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കും നമ്മുടെ കുറച്ച് നേരം നോക്കി നിന്നിട്ട് വിക്രം ആ ബെഡിലോട്ട് കിടക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ വേദ അയ്യേ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ചാടി എണീക്കുവേ. എന്താ നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിക്കേ. പേടിയല്ല, നിങ്ങളെപ്പോലെ തല്ലുകൊള്ളിയും വൃത്തികെട്ടവരും ആഭാസനും ഒക്കെ ആയ ഒരുത്തൻ്റെ കൂടെ കിടക്കാനുള്ള അറപ്പ് എന്നിങ്ങനെ പറയുവേ. എടാ വിക്രു വെട്ടുപോത്തെ, ഈ കാണിച്ചതൊക്കെ ഞാൻ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രം ചെയ്തതാ, അല്ലാതെ ഈ കട്ടിൽ കിടന്ന് ഉറങ്ങാനുള്ള പൂതി കൊണ്ട് കാണിച്ചൊന്നുമല്ല. ഞാനിവിടെ താഴെ എങ്ങാനും കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് താഴെ വിരിച്ച് കിടക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വിക്രം ഇങ്ങനെ നോക്കുന്നുണ്ട്. അങ്ങനെ വഴിക്ക് വാ എന്നിങ്ങനെ വിക്രം പറയുന്നുണ്ട് കേട്ടോ. അന്നത്തേക്കിനും എൻ്റെ ഗതികേടും കൊണ്ട് വന്നു പോയതാ, തലയ്ക്ക് സ്ഥിരമില്ലാത്ത ഒരുത്തനോടൊപ്പം ഇങ്ങനെ മുറി ഷെയർ ചെയ്യേണ്ടി വന്നത് എന്നൊക്കെ ഇങ്ങനെ വേദ പറയുന്നുണ്ട് കേട്ടോ. സെൽഫ് ഡിഫെൻസിനുള്ളൊരു തയ്യാറെടുപ്പ് അത്രേ ഉള്ളൂ എന്നിങ്ങനെ പറയുവേ. എന്നിട്ടിങ്ങനെ നിലത്ത് നമ്മുടെ വേദ കിടക്കുവേ. എന്നിട്ട് ഒരു സൈഡ് തിരിഞ്ഞ് എണീച്ച് വന്നിട്ട് ഇങ്ങനെ ചോദിക്കുവേ, ഡോ വിക്രമ എന്നിങ്ങനെ വിളിക്കുവേ. തന്നെ ഒരു ഫ്രണ്ടായിട്ട് കാണണോ വേണ്ടോ എന്നിങ്ങനെ ഞാൻ തീരുമാനിച്ച് വരുന്നതേ ഉള്ളൂ. കാമുകനോ ഭർത്താവോ ആയിട്ട് സങ്കല്പിച്ചിട്ട് പോലും കൂടി ഇല്ല. മോൻ ചാച്ചിക്കോ എന്നിങ്ങനെ പറയുവേ. എന്നിട്ട് കിടക്കുവേ. കിടന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ എണീക്കുവേ. എന്നിട്ട് ഗുണ്ടാന്ന് വിളിക്കുകയെ. എന്നിട്ട് ഗുണ്ടാന്ന് വിളിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ വിക്രം ഇങ്ങനെ പൊങ്ങി നോക്കും കേട്ടോ. എന്നിട്ട് രണ്ടുപേരും മുഖത്തോട്ട് മുഖം നോക്കുവേ. ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ നല്ലൊരു ചിരിയൊക്കെ ചിരിക്കുവേ. എന്നിട്ട് കണ്ണുകൊണ്ടൊക്കെ ഇങ്ങനെ കണ്ണൊക്കെ അടച്ച് കാണിക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ വേദ പിന്നീട് കണ്ണടച്ച് കിടക്കും കേട്ടോ. എന്നിട്ടേക്ക് നമ്മുടെ വിക്രം ഇങ്ങനെ പൊങ്ങി നോക്കുവേ. എന്നിട്ട് ചിരിയൊക്കെ ചിരിക്കുന്നുണ്ടേ. മുഖത്തിങ്ങനെ ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ടിങ്ങനെ നേരെ കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ വേദ പെട്ടെന്ന് കണ്ണ് തുറക്കുവേ. എന്നിട്ട് ഒരു ചിരിയൊക്കെ ആയിട്ട് വേദ ഇങ്ങനെ കിടക്കുവാണേ.
പിന്നീട് കാണിക്കുന്ന നമ്മുടെ വിഷു ഇങ്ങനെ നിന്ന് പല്ല് തേക്കുവാണേ. അപ്പം മാവിലേക്ക് പറിച്ചിട്ടാണ് പല്ല് തേക്കുന്നത്. അപ്പോൾ നമ്മുടെ ശ്രീചേട്ടത്തി അങ്ങോട്ടേക്ക് ബ്രഷും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. ഇതെന്താ മാവിലുകൊണ്ട് പല്ല് തേക്കുന്നതെന്ന് ചോദിക്കുക. ഇത് നാട്ടിൽ വന്നപ്പോഴത്തേക്കിനും ഒരു നൊസ്റ്റാൾജിയ, ഇതൊക്കെ ഇവിടെ വന്നപ്പോൾ ഇതുകൊണ്ട് പല്ല് തേക്കാൻ തോന്നി എന്നൊക്കെ പറയും കേട്ടോ. നന്നായി ഇത് കൈ വെച്ചോ എന്നൊക്കെ പറഞ്ഞിട്ട് ബ്രഷും പേസ്റ്റും കൂടെ കൈ കൊടുക്കുന്നുണ്ട്. വായനാറ്റം വന്നു കഴിഞ്ഞാൽ പിന്നീട് തേക്കാനാണ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതിനിടയ്ക്ക് പറയുന്നുണ്ട് അച്ഛൻ്റെ കൂടെ പറമ്പിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ മാവിൽ മാത്രമല്ല പ്ലാവിലയും ചക്കയും മാങ്ങയൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അപ്പം നമ്മുടെ വിഷയം പറയുന്നുണ്ട് രാവിലെ തന്നെ നീ വെറുതെ മൂഡ് കളയാമെന്ന് പറയേ. അല്ല ഞാനിനി വിഷുവേട്ടനോട് ജോലിയുടെ കാര്യം പറയുമെന്ന് വിചാരിച്ചതല്ല, പക്ഷേ അറിയാതെ പറഞ്ഞു പോയതാണ്, ഇനി പറയില്ല എന്ന് പറയും കേട്ടോ. എന്നിട്ട് ശ്രീജ അങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങുമ്പോഴത്തേക്കിനും നമ്മുടെ വിഷു ഇങ്ങനെ പറയുന്നുണ്ട് നമ്മുടെ മണിയറയുടെ കാര്യം ഇങ്ങനെ ഓർമ്മ വന്നെന്നൊക്കെ ഇങ്ങനെ വിഷയം പറയുമ്പോഴത്തേക്കിനും നമ്മുടെ ശ്രീജ പറയുന്നുണ്ട് ഈ മൂക്കി പല്ല് വന്ന് കിളുക്കാറാകുമ്പോഴത്തേക്കിനും അങ്ങനെയുള്ള വിചാരങ്ങളൊക്കെ കുറച്ച് നാളുകൂടെ കഴിഞ്ഞ് കഴിയുന്ന മോളെ കെട്ടിക്കാനാവും, അതിനെപ്പറ്റി എന്തെങ്കിലും ചിന്തിക്കുക, അതായിരിക്കും നല്ലതെന്ന് ഇങ്ങനെ പറയുക. അന്നേരം നമ്മുടെ മുത്തശ്ശി ശ്രീജയെ എന്താ അവിടെ എന്ന് ചോദിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്താ ശ്രീജയെ പറയാൻ പറയുക. അന്നേരം പറയും മോളെ പറ്റി സംസാരിക്കുക എന്ന് പറയും കേട്ടോ. അതിനെ പറ്റിയിട്ടൊന്നും ആലോചിക്കേണ്ട, അതൊക്കെ നല്ല രീതിയിൽ നടക്കുമെന്ന് പറയും കേട്ടോ. എടാ വിഷയം അടുത്ത കൊല്ലം നിൻ്റെ വീട്ടിനടുത്തുള്ള സ്കൂളില്ലേ അവിടെ കൊണ്ടുവന്ന് മോളിനെ ചേർക്കണം എന്നിങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ വിഷയം എന്നിങ്ങനെ വാ വിളിക്കും കേട്ടോ. എന്താണെങ്കിലും നിൻ്റെ അച്ഛനെ അമ്മേനെയൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും, എനിക്കും വയസ്സായി വരികയല്ലേ. സുധാകരൻ ആദ്യമൊക്കെ അതിനെ എതിർക്കുമായിരിക്കും, അതൊന്നും സാരയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. വയസ്സായ അവനെ വെച്ചിട്ട് നിങ്ങൾ പുട്ടടിക്കുകയല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കും കേട്ടോ. ഇനി അത് കുറച്ച് ഞാൻ ചിലവാക്കട്ടെ എന്നിങ്ങനെ പറയും കേട്ടോ. നമ്മുടെ വിഷയം പറയുന്നുണ്ട് അച്ഛമ്മയുടെ കയ്യിൽ അല്ലാതെ തന്നെ കുറേ ഉണ്ടല്ലോ എന്നിങ്ങനെ പറയുവേ. അതൊക്കെ ഞാൻ അനാഥാലയത്തിന് കൊടുക്കാൻ തീരുമാനിച്ചല്ലോ, അത് നീ അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുവേ. സുധാകരൻ്റെ പറമ്പും അവൻ പാട്ടത്തിന് എടുത്തതുമെല്ലാം ഇനി നീ നോക്കി നടത്തണം എന്നിങ്ങനെ പറയുക. അപ്പം ഞാനും ഒന്നിങ്ങനെ ചോദിക്കും കേട്ടോ. വീട്ടിലെ പുത്രനാവട്ടെ ഇനി കുടുംബനാഥൻ. എന്താ സ്ത്രീജയെന്ന് ചോദിക്കുവേ. അന്നേരത്തേക്കും ശ്രീജ കുറച്ച് നേരം മിണ്ടാതെ നിന്നിട്ട് പറയാം വിശ്വേട്ടൻ ചെയ്താൽ നല്ലത് തന്നെ ആച്ചമ്മ എന്നിങ്ങനെ പറയുക. ഇവൻ ചെയ്യും, ഇവനെ കൊണ്ട് ചെയ്യിക്കാനും എനിക്കറിയാമെന്ന് ഇങ്ങനെ പറയും കേട്ടോ. ശ്രീജ അത് അച്ചമ്മ വെറുതെ നിൽക്കുക പറയുമ്പോൾ പോ വിശ്വേട്ടാന്നും പറഞ്ഞ് ശ്രീജ പോവേ. എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് ദൈവമേ അങ്ങനെയൊക്കെ സംഭവിക്കുമോ, ദൈവമേ അങ്ങനെയൊക്കെ സംഭവിക്കുന്നതിന് മുന്നേ അച്ചമ്മേനെ നീ അങ്ങോട്ടേക്ക് എടുക്കണേ എന്നൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കുക കേട്ടോ. പിന്നീട് നമ്മുടെ വിനായകനെ കാണിക്കുന്നത് കേട്ടോ. വലിയൊരു ഹാളാണ് അവിടെ കിടക്കുന്നത്. എന്നിട്ട് ഹാളിൻ്റെ അടുത്ത് വന്ന് നിൽക്കുക കേട്ടോ. എന്നിട്ട് നമ്മുടെ തൂണൊക്കെ ഇങ്ങനെ തടി കൊണ്ടുള്ളതാണ്. എന്നിട്ട് അതിനൊക്കെ കൊട്ടി നോക്കിയിട്ട് നല്ല തടിയാണല്ലോ, നല്ല ഉരുപ്പടിയാന്ന് തോന്നുന്നു, ഇറക്കിയിട്ട് വിറ്റാലോ എന്നൊക്കെ ഇങ്ങനെ മനസ്സിലാലോചിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. വിനായക നീ ഇവിടെ എന്താ ആലോചിച്ചോണ്ട് നിൽക്കാന്നൊക്കെ ചോദിക്കുക. അന്നേരം നമ്മുടെ വിനായകൻ ചോദിക്കുന്നുണ്ട് അച്ഛമ്മ ഇത്രയും വലിയ ഹാളെന്തിനാ ഇവിടെ പണിതിട്ടേക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ഞാനിവിടെ ഒരു ഹോം സ്റ്റേ ബിസിനസ് തുടങ്ങാൻ പോവാണ് എന്നിങ്ങനെ പറയുവേ. അച്ചമ്മയോ ഈ പ്രായത്തിലോ എന്നിങ്ങനെ ചോദിക്കുവേ. അന്നത്തേക്കിനും പറയും വേട്ടാ ഞാൻ സ്ഥിരമായി കാണുന്ന എൻ്റെ വീഡിയോസുകളൊക്കെ കാണുന്ന കുറേ ആൾക്കാരുണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചെറിയൊരു പരിപാടിയാണ് എന്ന് പറയുവേ. അവർ 10-15 പേരുണ്ട്, അവരെല്ലാവരും കൂടെ ചേർന്നിട്ട് ഇവിടെ സ്റ്റേ ചെയ്തുകൊണ്ടുള്ളൊരു പരിപാടിയാണ്. അവർക്ക് വൈകിട്ട് ആട്ടമോ പാട്ടമോ കളിക്കലോ എന്ത് വേണമെങ്കിലും ആകാമല്ലോ എന്നൊക്കെ ഇങ്ങനെ മുത്തശ്ശി പറയുകയാണേ. അല്ലേ അച്ഛമ്മ ഇതൊക്കെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നോക്കി നടത്താനൊക്കെ ആൾ വേണ്ടതെന്നൊക്കെ ചോദിക്കുവേ. അച്ഛമ്മയുടെ കൈ പിടിച്ചിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോഴത്തേക്കിനും നമ്മുടെ മുത്തശ്ശി പറയുക എല്ലാം ഇത് ഓൺലൈൻ ബിസിനസ് അല്ലേ ഇപ്പം, ഞാനും എൻ്റെ മൊബൈൽ ഫോണും മാത്രം മതി എന്ന് പറയുവേ. അത് ശരിയാണെന്നിങ്ങനെ വിനായകനും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അച്ഛമ്മയുടെ കാലശേഷമോ എന്നിങ്ങനെ ചോദിക്കുവേ. കാലശേഷമല്ലേ, അതപ്പോഴത്തേക്കും ഞാനിത് അനാഥാലയത്തിന് കൈമാറും എന്ന് പറയുവേ. അപ്പോൾ അവിടെയുള്ള ആളുകൾക്കും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഈ ഹാൾ ഉപയോഗിക്കാമല്ലോ എന്നൊക്കെ പറയും കേട്ടോ. ഇത്രയും വലിയ ഹാളും വീടും ഒക്കെ അനാഥാലയത്തിന് കൊടുക്കാൻ പോവുകയാണോ എന്നിങ്ങനെ വിനായകൻ ചോദിക്കുവേ. അച്ഛനും ചെറിയച്ഛനും ഒക്കെ സമ്മതിച്ചോ എന്ന് ചോദിക്കേ. എൻ്റെ സ്ഥലം ഇഷ്ടമുള്ളതുപോലെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ അനുവാദം എന്തിനാണെന്നിങ്ങനെ ചോദിക്കുകയോ മുത്തശ്ശി. അപ്പോഴത്തേക്ക് നമ്മുടെ വിനായകൻ അയ്യോ നെഞ്ചുവേദന എടുക്കുന്നു പറഞ്ഞിട്ട് കൈ നെഞ്ചത്തൊക്കെ പിടിക്കും കേട്ടോ. എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. എന്നിട്ട് അവിടെ ഒരു ടേബിൾ കിടന്ന് അതിൻ്റെ മേലെ കയറിയിരിക്കും കേട്ടോ. അയ്യോ ഇതിപ്പോൾ ആരോട് പറയും, ഇതിപ്പോൾ ആർക്കും ഇല്ലാതെ പോകുമല്ലോ, എൻ്റെ ദൈവമേ ഭഗവാനെ എന്നൊക്കെ വിളിക്കുവാണ് വിനായകൻ. എൻ്റെ ദൈവമേ ഇതെന്ത് ചെയ്യും, കോടതി കൊണ്ട് കേസ് കൊടുത്താലോ, അല്ലെങ്കിൽ വേണ്ട അവരെന്നെ പിടിച്ച് ഉള്ളിലിടും എന്നൊക്കെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദിനി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഈ വിനായകൻ ഇത് എവിടെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് വരുന്നത്. അവിടുന്ന് ആദ്യം പിടിച്ചിട്ടാണ് വരുന്നത് കേട്ടോ. വിനായകൻ ഇവിടെ എന്തെടുക്കുക എന്നൊക്കെ ചോദിക്കുക. ഞാൻ പറയാനുള്ളത് കേൾക്കെന്ന് പറയേ. അപ്പം ഞാൻ ആദ്യം പിടിച്ചിട്ടിരിക്കുക എന്ന് പറയും കേട്ടോ. അതിലും ആദ്യമില്ല ഞാനെന്ന് പറയും കേട്ടോ. എന്നാൽ നീ എന്താ കാര്യം എന്താണെന്ന് പറയുമ്പോഴത്തേക്കിനും പറയും അവർ ഇത്രയും നേരമായിട്ട് റൂമിൽ നിന്ന് വെളി വന്നിട്ടില്ലെന്ന് പറയുവേ. അത് നിനക്ക് എന്താണെന്ന് ചോദിക്കും കേട്ടോ. ഇനി എന്ത് ചെയ്യണം, വാതിൽ പോയിട്ട് അവിടെ തുറക്കണമെന്നൊക്കെ ചോദിക്കുവേ. അല്ല തമ്മിൽ ഇഷ്ടമില്ലാത്തവർ ഇത്രയും നേരം റൂമിൽ ചിലവഴിക്കേണ്ട ആവശ്യകത ഉണ്ടോ എന്നൊക്കെ നന്ദിനി ചോദിക്കുവേ.
ആ അത് പറ്റില്ല എന്നിങ്ങനെ വിനായകൻ പറയേ. അപ്പം മനുഷ്യ അവർ തമ്മിലുള്ള ജീവിതം തുടങ്ങിക്കഴിഞ്ഞു എന്നല്ലേ അതിനർത്ഥം എന്നൊക്കെ ഇങ്ങനെ നന്ദിനി പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്നൊക്കെ ചോദിക്കും കേട്ടോ. പിന്നെ എനിക്ക് എൻ്റെ ജീവിതം തന്നെ ആലോചിക്കാൻ സമയമില്ല, പിന്നെയല്ലേ അവരുടെ ജീവിതം എന്നിങ്ങനെ വിനായകൻ പറയുന്നുണ്ടേ. അവരെന്തെങ്കിലും ആയിപ്പോട്ടെ, അതിന് നമ്മളെന്തിനാ ടെൻഷൻ അടിക്കുന്നത്? നീ മറക്കരുത് അന്ന് നമ്മളെ സഹായിച്ചത് ചിട്ടി പൈസയുടെ കാര്യം വന്നപ്പോൾ എന്നൊക്കെ പറയേ. അപ്പം നമ്മുടെ നന്ദിനി ഇങ്ങനെ പറയുവാണേ. അപ്പം വിനായകേട്ടനും അവളുടെ വശം കൂടിയോന്നൊക്കെ ചോദിക്കും കേട്ടോ. എടി, ഇങ്ങനെയുള്ള നാത്തൂൻ പോരൊക്കെ കാണിക്കേണ്ടത് ഇങ്ങനെയല്ല. ഇതിപ്പം നീ ആരോട് സംസാരിച്ചെന്നാലും അവർക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിലാകും വേദയോടുള്ള ദേഷ്യം നിനക്കിങ്ങനെ പഴുത്ത് പൊട്ടാറായി നിൽക്കുകയാണ് എന്നൊക്കെ ഇങ്ങനെ വിനായകൻ പറയുന്നുണ്ടേ. അതെ, എനിക്ക് അസൂയ തന്നെയാണ്. ഞാനത് തുറന്ന് സംസാരിക്കുന്നുണ്ടല്ലോ. എടീ കുശുമ്പ് കുമാരി, വേദയ്ക്ക് വിധിച്ചത് വിക്രവും വിക്രത്തിന് വിധിച്ചത് വേദയുമാണെങ്കിൽ അവരുടെ ലൈഫ് നന്നായിട്ട് പോകും. നമ്മൾ രണ്ടാളും എത്ര പ്രവർത്തിച്ചിട്ടും കാര്യമില്ല. പിന്നെ നമുക്ക് നമ്മുടെ ലൈഫ് നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള വഴി കണ്ടെത്തിയാൽ പോരെ എന്നൊക്കെ ഇങ്ങനെ വിനായകൻ ചോദിക്കുവേ. ദേ ഇങ്ങോട്ടൊന്ന് നോക്ക്. ഇത് മുഴുവൻ അച്ഛമ്മ അനാഥാലയത്തിന് എഴുതി വെക്കാൻ പോവാണ്. അച്ഛനും ചെറിയച്ഛനും ആണെങ്കിൽ അത് കേട്ടിട്ട് ഒരു കുലുക്കവും ഇല്ല. എനിക്കാണെങ്കിൽ അത് കേട്ടപ്പോൾ തൊട്ട് വെപ്രാളം കയറിയിട്ട് ഇരിക്കാനും വയ്യ. എന്നാൽ നിങ്ങൾ അത് ഓർത്തുകൊണ്ട് അവിടെ ഇരിക്കുക. വേതാളം പോയെന്നാലേ എനിക്ക് ഹാപ്പി ആകാൻ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദിനി പറയുകയാണേ. നീ ഒരു പണി ചെയ്യുക. അച്ഛമ്മയുടെ കയ്യിലേ ഒരു അറക്കപ്പൊടി ഇട്ട് വെക്കുന്ന ഒരു അടുപ്പ് കാണും. അതിൻ്റെ അകത്ത് കൊണ്ടുപോയി വെച്ച് നിൻ്റെ ഈ പേട്ട് തല കൊണ്ടുപോയി പൂഴ്ത്തി വെക്ക് എന്ന് പറയും കേട്ടോ. ആവിയായി പോട്ടെ എന്ന് പറയും കേട്ടോ. നീയും ഉണ്ട് നിൻ്റെ ഒരു കുശുമ്പും എന്ന് പറഞ്ഞിട്ട് വിനായകൻ അവിടെ നിന്ന് പോവേ. എന്നിട്ട് നമ്മുടെ അച്ഛമ്മ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മാഷ് ഇങ്ങനെ നോക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്താണെങ്കിലും നാളത്തെ എപ്പിസോഡ് കാണണ്ടേ? തീർച്ചയായിട്ടും നമ്മുടെ വേദ ഇങ്ങനെ വിക്രത്തിൻ്റെ അടുത്തിരുന്ന് ആപ്പിൾ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ടെങ്കിലും പെട്ടെന്ന് ചാടി എണീക്കുന്നുണ്ട് വിക്രമേ. എന്നിട്ട് ഇങ്ങനെ എണീച്ചൊക്കെ കഴിഞ്ഞിട്ട് പറയുകയാണ്, നമ്മുടെ ജീവിതം തുടങ്ങി എന്ന് പാവം ആശ്വസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്തത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ മുല്ലപ്പൂ ഒന്ന് പൊട്ടിച്ച് ഇട്ടേക്ക്, നെറ്റിയിലെ പൊട്ടൊന്ന് മാറ്റിയേക്ക്, പിന്നെ ആ മുടി ഒന്ന് കെട്ടി വെക്കുകയോ അഴിച്ചിടുകയോ ചെയ്തേക്ക്, അങ്ങനെയൊക്കെ അല്ലേ എന്നൊക്കെ ചോദിക്കുവേ. അപ്പോൾ എന്താണെങ്കിലും സൂപ്പർ എപ്പിസോഡാണ് വരുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ലൈക്കും ചെയ്യണേ. ഓക്കെ, താങ്ക്